കേന്ദ്ര അവഗണനയ്ക്കെതിരെ ജനുവരി 20 നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപം മുതൽ ഫ്രീഡം സ്ക്വയർ വരെയാണ് ഡിവൈഎഫ്ഐയുടെ മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. മോർണിംഗ് വാക്കിൽ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. സിയാദ് ഉണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം. സിയാദ്, വലിയ പ്രതികരണമാണ് മനുഷ്യച്ചങ്ങലയ്ക്ക് എല്ലായിടങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് മോർണിംഗ് വാക്ക് സംഘടിപ്പിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. മനു, ഇപ്പോൾ നമ്മളുള്ളത് ഒരു മോർണിംഗ് വാക്കിലാണ്. DFI ജനുവരി 20 സംഘടിപ്പിക്കാനിരിക്കുന്ന ഈ മനുഷ്യച്ചങ്ങലയുടെ പ്രചാരണാർത്ഥമുള്ള ഒരു മോർണിംഗ് വാക്കാണ്. നമ്മൾ രക്തസാക്ഷി മണ്ഡപത്തിൽ തുടങ്ങി ഫ്രീഡം സ്ക്വയർ വരെയാണ് മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ചിരുന്നത്. നമ്മോടൊപ്പം DFI ഭാരവാഹിയായ PC ഷിജു ചേരുന്നുണ്ട്. എന്താണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണനയ്ക്കും റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ നിഷേധ നയത്തിനുമെതിരായിട്ടാണ് DYFI ജനുവരി മാസം 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലക്ഷക്കണക്കിന് യുവതിയുവാക്കളെ അണിനിരത്തി ദേശീയപാതയിൽ മനുഷ്യച്ചങ്ങല തീർക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കോഴിക്കോട് ജില്ലക്കകത്ത് ജില്ലാ അതിർത്തിയായ അയ്യൂർ മുതൽ ഐക്കരപ്പടി വരെ 78 കിലോമീറ്ററാണ് നിലവിലുള്ളത്. വിപുലമായ സംഘടനാ ഒരുക്കങ്ങളാണ് ഈ 78 കിലോമീറ്റർ മനുഷ്യച്ചങ്ങല തീർക്കുന്നതിന് വേണ്ടി DYFI ജില്ലാ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിലെ 264 മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മേഖലാ ജാഥകൾ പൂർത്തീകരിച്ചു. ഈ മുദ്രാവാക്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജില്ലക്കകത്ത് 3236 യൂണിറ്റ് കമ്മിറ്റികളാണ് നിലവിലുള്ളത്. ഈ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ച് ആ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് പ്രവർത്തനം കഴിഞ്ഞ 2 ആഴ്ചയായി നടന്നു വരികയാണ്. 2 ആഴ്ചയായിട്ടുള്ള സ്ക്വാഡ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാരുടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തു. ആ വളണ്ടിയർമാരുടെ ലിസ്റ്റ് ഇന്നലെയും നാളെയുമായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വീട് കയറിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായി കേരളമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾ അലയടിച്ചു വരും എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി DYFIക്ക് ബോധ്യമാകുന്നത്. സമൂഹത്തിനകത്തെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത സംഘടനകൾ, കർഷകരും വിദ്യാർത്ഥികളും യുവജനങ്ങളുമെല്ലാം ഇതിനോടകം തന്നെ ഈ ക്യാമ്പയിന് ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മനു, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വിപുലമായ ഒരുക്കങ്ങളാണ് മനുഷ്യച്ചങ്ങലയ്ക്ക് വേണ്ടി ഈ DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ശക്തമായ ഒരു പ്രതിഷേധത്തിൻ്റെ ജ്വാലയായിരിക്കും മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കുക എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. മനു, ശരി. DYFI മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട്. നമ്മളതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ആ മോർണിംഗ് വാക്കിനൊപ്പം അവരോടൊപ്പം നടന്നുകൊണ്ടാണ് സിയാർ നമ്മളോട് സംസാരിച്ചത്. ഒപ്പം തന്നെ DYFIയുടെ ഭാരവാഹികളൊക്കെ നമ്മളോട് സംസാരിക്കുകയും അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.